ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോരിന് സ്ഥാനാർത്ഥികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ജൂൺ 1 നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടത്തിൽ മത്സരിക്കാൻ പോകുന്നത് 904 സ്ഥാനാർത്ഥികളാണ്. 7 സംസ്ഥാനങ്ങളിലെ 58 പാർലമെന്ററി മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ഛത്തീസ്ഗഡിലെ ഒരു മണ്ഡലത്തിലും 7ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മൊത്തം 2105 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 മെയ് 14 ആയിരുന്നു. നാമനിർദ്ദേശങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 954 നാമനിർദ്ദേശ പത്രികകൾ സാധ്യതയുള്ളതാണെന്ന് കണ്ടെത്തി. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. യുപിയിലും 13 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പഞ്ചാബിൽ 598 നാമനിർദ്ദേശ പത്രികകളും ഉത്തർപ്രദേശിൽ നിന്ന് 495 പത്രികകളുമാണ് ലഭിച്ചത്. ബീഹാറിലെ ജഹാനാബാദ് പാർലമെന്ററി മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും അധികം നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചത്. 73 എണ്ണമാണത്. പഞ്ചാബിലെ ലുധിയാന പാർലമെന്ററി മണ്ഡലത്തിൽ നിന്നും 70 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. പശ്ചിമ ബംഗാൾ 9, ബീഹാർ 8, ഒഡീഷ 6, ഹിമാചൽ പ്രദേശ് 4, ഛാഡ്ഗഡ് 3 എന്നിങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടം മെയ് 25 നടക്കും. ഏറെ ആകാംക്ഷയോട് നോക്കിക്കാണുന്ന ഹരിയാനയിലെ 10 മണ്ഡലങ്ങളിലേക്ക് ഉൾപ്പെടെ 56 സീറ്റുകളിലേക്കാണ് 6ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 10ൽ 10 സീറ്റും നേടിയത് BJP ആയിരുന്നു. എന്നാൽ ഇത്തവണ കർഷക പ്രക്ഷോഭം ഉൾപ്പെടെ ശക്തമായ സാഹചര്യങ്ങൾ പ്രതിപക്ഷ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അംബാല, കുരുക്ഷേത്ര, സിർസ, ഹിസാർ, കർണാൽ, സോനിപത്, റോഹ്തക്, ഭിവാനി, മഹേന്ദ്രഗഡ്, ഗുഡ്ഗാവ്, ഫരീദാബാദ് എന്നിവയാണ് ഹരിയാനയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ. കോൺഗ്രസ് 9 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ AAP കുരുക്ഷേത്രയിലെ ഏക സീറ്റിലാണ് മത്സരിക്കുന്നത്. BJP മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിനെ കർണാൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കുമ്പോൾ കുരുക്ഷേത്രയിൽ ജനവിധി തേടുന്നത് വ്യവസായിയായ നവീൻ ജിൻഡാലുവുമാണ്.